നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നേന്ത്രപ്പഴം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 എടുത്തിട്ടുണ്ട്. പഴത്തിന് ആവശ്യമായ പഞ്ചസാര എടുക്കാൻ 2-3 ഏലക്കായ എടുത്ത് അത് നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് പഴം നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് നേരം വഴറ്റണം, കരിയരുത്. പഴം നന്നായി തന്നെ വഴണ്ട് കിട്ടിയിട്ട് അതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സിയാക്കി എടുക്കാം. അതും കുറച്ച് നേരം മിക്സാക്കി എടുത്ത ശേഷം ചിരവി വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ ചീനിച്ചട്ടിയിൽ തന്നെ ആവശ്യത്തിനുള്ള റവ എടുത്ത് നന്നായി ചൂടാക്കി എടുക്കണം. അത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് വഴറ്റി വെച്ച പഴം ചേർത്ത് കൊടുത്ത് നല്ലോണം രണ്ടും കൂടി മിക്സാക്കാം. കുറച്ച് നേരം ചൂടാറാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് കൈ കൊണ്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇവിടെ കട്ട്ലേറ്റ് ഷേപ്പാണ് ഉണ്ടാക്കുന്നത്. അതെല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തും നെയ്യാക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് ഓരോ സ്നാക്സും എടുത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. എല്ലാം വെച്ചിട്ടുണ്ട്. അത് 2 സൈഡും തിരിച്ചും മറിച്ചോട്ടും മൊരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ.